ലഹരി വ്യാപനം തടയാൻ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ സെക്രട്ടറി തല സമിതി രൂപീകരിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, യോഗത്തിൽ മറ്റ് എന്തൊക്കെ സുപ്രധാന തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്? വിശദാംശങ്ങൾ. മോത്തി, സംസ്ഥാനത്ത് ലഹരി വ്യാപനം അതിരൂക്ഷമായ ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതേ തുടർന്ന് അക്രമ സംഭവങ്ങളും വർദ്ധിച്ചു വരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ലഹരി വ്യാപനത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി തന്നെ ഒരു യോഗം വിളിച്ചു ചേർത്തത്. എക്സൈസ് മന്ത്രി അടക്കം ചീഫ് സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ ആ യോഗത്തിൻ്റെ ഭാഗമായി വിപുലമായ ഒരു പദ്ധതി തന്നെയാണ് ഈ ലഹരിയെ തടയുന്നതിനായി സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കാനായി ഒരു സെക്രട്ടറി തല സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. തദ്ദേശ സെക്രട്ടറി, അതോടൊപ്പം തന്നെ എക്സൈസ്, പോലീസ് വകുപ്പുകളുടെ സെക്രട്ടറിമാർ, മറ്റ് ഉന്നത വിദ്യാഭ്യാസം അടക്കമുള്ള വകുപ്പുകളുടെ സെക്രട്ടറിമാർ, അതോടൊപ്പം തന്നെ തൊഴിൽ വകുപ്പിലെ സെക്രട്ടറി തുടങ്ങി വിവിധ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സമിതിയെ രൂപീകരിച്ച് ആ സമിതി ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഏത് തരത്തിൽ ഈ ലഹരിയെ തടഞ്ഞ് മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ ഒരു കർമ്മ പദ്ധതി രൂപീകരിക്കുക. എന്തായാലും നിലവിൽ ഒരു ശക്തമായ ആക്ഷൻ പ്ലാൻ നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് അടക്കം വളരെ നന്നായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് യോഗം വിലയിരുത്തിയത്. ലഹരി കച്ചവടത്തിന് ഒരു പരിധിവരെ തടയിടാൻ ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് കൊണ്ടടക്കം കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യോഗത്തിൻ്റെ ഒരു വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തുറമുഖം, അതോടൊപ്പം തന്നെ ലേബർ ക്യാമ്പുകൾ, ബസ് സ്റ്റാൻഡുകൾ, അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാക്കും. ഓൺലൈൻ വഴി ഈ ലഹരി എത്തുന്നത് തടയാനുള്ള വിപുലമായ കർമ്മപദ്ധതിയും തയ്യാറാക്കി മുന്നോട്ട് പോകാനാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായിരിക്കും തീരുമാനം. മോദി, ശരിയാണ്.